ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കേരളത്തിന്റെ ഭൂതകാല ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ മറന്നുപോയ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ എന്തുകൊണ്ടോ മടി കാണിച്ച ഒരു വിപ്ലവ രക്തസാക്ഷിയെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കല്ലിശ്ശേരി വേലായുധൻ ചേകവർ എന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് കാർത്തിപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ എന്ന ഗ്രാമത്തിലായിരുന്നു. ജനനം 1825 ജാനുവരി 7-ാം തീയതിയായിരുന്നു. അദ്ദേഹം ജനിച്ച ഒരു 13 ദിവസം ആയപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് മരിച്ചുപോയി. പിന്നെ അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയായിരുന്നു. മുത്തശ്ശന്റെ പേര് പെരുമാൾ ചേകവർ എന്നായിരുന്നു. അദ്ദേഹം ഒരു ഭയങ്കര സമ്പന്നനായി. അദ്ദേഹത്തിന് ധാരാളം ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു, ധാരാളം ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അന്യനാടുകളുമായിട്ടൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് പാക്കപ്പലുണ്ടായിരുന്നു. അത്രയും ധനാഢ്യനായിരുന്നു പുള്ളി. വേലായുധ പണിക്കർക്ക് ഏകദേശം ഒരു 16 വയസ്സായപ്പോൾ ഈ അപ്പൂപ്പൻ മരിച്ചു. അങ്ങനെ ഈ ഭാരിച്ച സ്വത്തിന്റെ അവകാശി ഈ വേലായുധ പണിക്കരായിട്ട് മാറുന്നു. ആ കാലം എന്ന് പറയുന്നത് സവർണനും അവർണനുമായിട്ട് ഭയങ്കര അന്തരം ഉണ്ടായിരുന്ന ഒരു കാലമായി. അവിടെ ആ കാലത്ത് സവർണർക്ക് എന്തും ആകാം, അവർണർക്കൊന്നും ആകാൻ പാടില്ല എന്നുള്ളൊരു കാലമായി. അപ്പൊ അന്ന് സവർണർ ധരിച്ചിരുന്ന അച്ചിപ്പുടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്ന് കിഴിപ്പോട്ട് കണങ്കാല് വരെയുള്ള മുണ്ട് അവർക്ക് ധരിക്കാമായിരുന്നു. പക്ഷെ അവർണർക്ക് മറക്കാൻ പാടില്ല. മുണ്ടെടുത്താൽ തന്നെ അത് മുട്ടിന് മുകളിൽ നിൽക്കണം. അങ്ങനെ ഒരു. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് കുട്ടികളെ സ്കൂളിൽ ചേർക്കാനൊന്നും അവർണർക്ക് അവകാശമില്ലായിരുന്നു. ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ അവർണർക്ക് യാതൊരു അവകാശവും ഇല്ലായിരുന്നു. പേര് പോലും ഒരു അവർണനായിട്ടുള്ള കുട്ടി ജനിച്ചാൽ അവന് വല്ല കോരൻ, കർമ്പൻ, കർമ്പി എന്നൊക്കെയുള്ള പേര് ഇടാൻ പാടുള്ളൂ. അല്ലാതെ നല്ല പേരുകളൊന്നും ഇടാൻ യാതൊരു അവകാശവും ഇല്ലായിരുന്നൊരു കാലം. അതുപോലെ കലാപരിപാടികൾ, ഇപ്പൊ കലയിൽ കഥകളി പോലുള്ള കലാപരിപാടികൾ ആസ്വദിക്കാനോ അത് പഠിക്കാനോ ഒന്നും യാതൊരു അവകാശവും അവർണനില്ല. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുക്കുക, ഈ സവർണന് വേണ്ടി പണിയെടുക്കുക. അവൻ എന്തെങ്കിലും വൈകുന്നേരം കൊടുത്താൽ അതും വാങ്ങിക്കൊണ്ട് പോവുക. കൂലി ചോദിക്കാനൊന്നും യാതൊരു അവകാശവും ഇല്ല. കൂലി ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലുള്ള ശിക്ഷ കിട്ടുമായിരുന്ന ഒരു കാലം. അതുപോലെ അവർണ സ്ത്രീകളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിരുന്ന ഒരു കാലം. ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും അവർണർക്ക് ചെല്ലാൻ പറ്റാതിരുന്നൊരു കാലം. ക്ഷേത്രത്തിന്റെ അകത്ത് കയറി തൊഴുകയല്ല, ആ പരിസരത്ത് പോലും ചെല്ലാൻ പറ്റാതിരുന്ന ഒരു സവർണരായിട്ടുള്ള ഒരാള് നടന്നു വരികയാണെങ്കിൽ ഈ അവർണൻ ആ വഴിയിൽ നിന്നും മാറി അദ്ദേഹം കാണുക പോലും ചെയ്യാതെ പോകേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലത്താണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജീവിച്ചിരുന്നത്. അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ തന്നെ ഈ സ്വത്തുക്കളുടെ എല്ലാം അവകാശിയായി. അദ്ദേഹം നല്ല കളരി പയറ്റ് വിദ്വാനായി. അതുപോലെ തന്നെ അദ്ദേഹം ധാരാളം ചെറുപ്പക്കാർക്ക് ഈ മാർഷൽ ആർട്സ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിനുമായിട്ടൊരു സൈന്യം തന്നെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ സൈന്യം എന്തിനും തയ്യാറായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായി. അപ്പൊ ഇതാണ് അദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ ബാക്കി ഭാഗങ്ങൾ. അപ്പൊ നമുക്ക് ചരിത്രം ചെറിയ രീതിയിൽ ഇതിന്റെ കോലായിലിരുന്ന് തന്നെ സംസാരിക്കാം. ആദ്യമായിട്ട് അച്ചിപ്പുടവ സമയം. അച്ചിപ്പുടവ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടം തൊട്ട് കണങ്കാല് വരെയുള്ള ഒരു മുണ്ട. അപ്പൊ അതന്ന് സവർണർ സ്ത്രീകൾക്ക് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അവർണ സ്ത്രീകൾക്ക് അത് പാടില്ല. അവർണ സ്ത്രീകൾക്ക് മറക്കാൻ പാടില്ല. മുണ്ട് മുട്ടുകാല് വരെ പാടും, മുട്ടുകാലിന് മുകളിൽ നിൽക്കും. അപ്പോ ഒരു ദിവസം പത്തിയൂര് ഒരു വയൽ വരമ്പിൽ കൂടെ ഒരു ഈഴവ സ്ത്രീ ഈ അച്ചിപ്പുടവയും ധരിച്ച് പോയി. അപ്പൊ അത് സവർണർ അറിഞ്ഞിട്ട് അവർ ഓടി വന്നിട്ട് അവരുടെ ആ പുടവയൊക്കെ വലിച്ചു കീറുകയും അവരെ അപമാനിക്കുകയും കൂവുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത് നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കര് അറിയുന്നു.
അദ്ദേഹം ഉടനെ സ്ഥലത്തെത്തി. അപ്പൊ അതിനെ ഇവരോട് മാപ്പ് പറയാനൊക്കെ പറഞ്ഞു. അതൊന്നും അവർ ചെയ്തില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കർഷകരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും കൃഷിപ്പണിക്കും പറമ്പിലെ പണിക്കും കണ്ടത്തിലെ പണിക്കും ഒന്നും പോകരുത്, നിങ്ങൾക്ക് വേണ്ട പൈസ ഞാൻ വീട്ടിലെത്തിച്ചു തരാം. അങ്ങനെ കർഷകര് സമരം ചെയ്ത് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരമാണത്. അപ്പോൾ അത് സംഗതി അങ്ങ് മൂത്ത് വന്നപ്പോൾ ഇവര് വെളിയിൽ നിന്ന് ജോലിക്കാരെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി. അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർക്ക് ഒരു ധാരാളം കിങ്കരന്മാരുണ്ട്. അവര് എല്ലാവരും കൂടെ അവരെ തല്ലി ഓടിക്കുകയും അങ്ങനെ ഈ സമരത്തിന്റെ മുമ്പിൽ ഈ മലയാളന്മാര് മുട്ടുമടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ അവസാനം ഈ സ്ത്രീയോട്, അപമാനിക്കപ്പെട്ട സ്ത്രീയോട് അവർ മാപ്പ് പറയുകയും ഈ അച്ചിപ്പുടവ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്തു. ഈ അച്ചിപ്പുടവ സമരം നടക്കുന്നത് 1866 1859 കായംകുളത്ത് ഒരു ഏത്താപ്പ് സമരം എന്ന് പറഞ്ഞാൽ അന്ന് ഈ മാറുമറക്കാൻ പാടില്ല, ഈ അവർണരായിട്ടുള്ള സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീ മാറുമറച്ചുകൊണ്ട് ഏത്താപ്പ് ധരിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നുപോയി. ഇത് സവർണർ കണ്ട് അവർ ഓടി വന്ന് അവരുടെ ആ ഏത്താപ്പ് വലിച്ച് കീറുകയും അവരുടെ നിപ്പിളിൽ വെള്ളക്കായുടെ തോട് കടിപ്പിച്ച് അതിൽ തട്ടി കളിക്കുകയൊക്കെ ചെയ്ത് അവരെ കൂവി വിടുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ അറിയുകയും അദ്ദേഹം ഉടനെ തന്നെ അതിന് പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം എല്ലാവർക്കും വേണ്ട ഏത്താപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരും ഏത്താപ്പ് കെട്ടി കായംകുളത്തൂടെ ഒരു മാർച്ച് പാസ്റ്റ് നടത്തുകയും അങ്ങനെ ആ സമരം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ എതിർക്കാൻ ഈ സവർണരായിട്ടുള്ളവർക്ക് ധൈര്യം പോരാത്ത കാരണം ആ സമരം വിജയിച്ചു. ഇനി 1860 ഒരു മൂക്കൂത്തി സമരമുണ്ട്. അത് നടന്നത് പന്തളത്ത് അന്ന് ഈ കീഴ്ജാതിക്കാർക്കും സ്വർണം ധരിക്കാനേ പാടില്ല, അതുപോലെ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, ഏറ്റവും പ്രധാനമായിട്ട് സ്വർണം ഒട്ടും ധരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു അവർണ സ്ത്രീ മൂക്കൂത്തി ധരിച്ചുകൊണ്ട് പൊതുനേരത്തിൽ കൂടെ യാത്ര പോയി. അപ്പൊ ഇതറിഞ്ഞു കഴിഞ്ഞിട്ട് അത് സ്വർണമാണെന്ന് അറിഞ്ഞപ്പോഴും ഇവര് കുറേയൂടെ കലിയായി. അങ്ങനെ അവര് ആ മൂക്കടക്കം പറിച്ചു കളഞ്ഞ ഒരു സംഭവം, പച്ചമാംസത്തോടു കൂടി ആ മൂക്കൂത്തി പറിച്ചു കളഞ്ഞു. അപ്പൊ ഇതറിഞ്ഞ് വേലായുധ പണിക്കര് ഒരു 1000 മുകളിൽ മൂക്കൂത്തി ഉണ്ടാക്കി ഒരു വട്ടിയുടെ അകത്താക്കി അദ്ദേഹം പന്തളത്തിൽ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ അങ്ങനെ കുറെ സ്ത്രീകളെ, അവർണ സ്ത്രീകളെ എല്ലാവരെയും വിളിച്ചു നിർത്തി മൂക്കൂത്തി അണിയിച്ച് ഒരു ജാഥ നടത്തി. അതാണ് മൂക്കുത്തി സമരം എന്ന് പറയുന്നത്. ഈ ജാഥ നടത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു വിളംബരം, മൂക്കുത്തി വിളംബരം, അത് പന്തളത്ത് വെച്ചായിരുന്നു. എല്ലാവർക്കും, തിരുവിതാംകൂറിലുള്ള എല്ലാവർക്കും മൂക്കുത്തി ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ആരാണ് ചോദിക്കാമുള്ളവര് മുമ്പോട്ട് വരിക എന്നുള്ള രീതിയിൽ പുള്ളി വെല്ലുവിളിക്കുകയും. അപ്പൊ ഇദ്ദേഹത്തിന് ഇവർക്കെല്ലാം ഭയമായിരുന്നത് കൊണ്ട് ഒന്നും പിന്നെ ഉണ്ടായില്ല. അങ്ങനെ മൂക്കുത്തി ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് കിട്ടി. പിന്നെ ഒരു സമരം എന്ന് പറയുന്നത് സമരമല്ല, സമരം പോലെ അന്ന് അവർണർക്ക് ഈ കുഞ്ഞെന്ന് ചേർത്ത പേരുകൾ ഇടാൻ പാടില്ല. അതൊക്കെ സവർണർക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണ് ഈ കുഞ്ഞ് ചേർത്ത പേര്. അപ്പൊ ഇദ്ദേഹത്തിന് 7 ആൺമക്കളായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും പേരിന്റെ കൂടെ അദ്ദേഹം കുഞ്ഞെന്ന് ചേർന്നു. ആദ്യത്തെ ആളിന്റെ പേര് കുഞ്ഞയ്യൻ, കുഞ്ഞുപണിക്കൻ, കുഞ്ഞൻ, കുഞ്ഞൻപിള്ള, കുഞ്ഞു വെളുത്ത കുഞ്ഞികൃഷ്ണൻ. അപ്പൊ അതും അന്നത്തെ ഒരു സമരം പോലെ തന്നെയായിരുന്നു. അടുത്തതാണ് കഥകളി യോഗം. കഥകളി കാണാനോ കഥകളിയിൽ എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് കഥകളി പഠിക്കാനോ ഒന്നും അന്ന് അവസരമില്ലായിരുന്നു. അന്ന് ഇതെല്ലാം സവർണരുടെ കലകൾ. അപ്പോൾ അങ്ങനെ ഇരിക്കെ 1862 ഇദ്ദേഹം കുറച്ച് കലാവാസനയുള്ള ചെറുപ്പക്കാരെ കൂട്ടി ഒരു കഥകളി യോഗം സ്ഥാപിച്ചു. അമ്പലപ്പുഴയുള്ള ഒരു മാധവക്കുറുപ്പിന്റെ സഹായത്തോടുകൂടി അദ്ദേഹം കുറച്ച് ചെറുപ്പക്കാരെ കഥകളി പഠിപ്പിക്കുകയും അങ്ങനെ ഒരു കഥകളി യോഗം, ഈഴവന്റെ ഒരു കഥകളി യോഗം സ്ഥാപിക്കുകയും ചെയ്തു. കേസായി കഴിഞ്ഞ അവസാനം ആറാട്ടുപുഴ വേലായുധ പണിക്കർ വിജയിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു ജയിൽവാസത്തിൽ, സവർണർ നടക്കുന്ന വഴിയിൽ കൂടെ അവർണർക്ക് നടക്കാൻ പാടില്ല. അപ്പൊ സവർണർ വരുമ്പോൾ അവർണരെതിരെ വരികയാണെങ്കിൽ അവര് ഓയ് ഹോയ് ഓയ് ഹോയ് എന്നിങ്ങനെ പറയും. അപ്പൊ അവർണരായിട്ടുള്ളവർ മാറിക്കൊടുക്കണം. ഇതാണ് അന്നത്തെ എടപ്പള്ളി രാജാവിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേര് രാമൻ മേനോൻ. അദ്ദേഹം
കിങ്കരന്മാരുമായിട്ട് ഇങ്ങനെ വരുന്ന വഴി എതിരെ, അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരും കിങ്കരന്മാരും എതിരെ. അപ്പോൾ മറ്റിടത്തുനിന്ന് ഈ ഒയ് ഹോയ് ഒയ് ഹോയ് എന്നുള്ള വിളി വന്നു. പക്ഷേ ഇദ്ദേഹം മാറിക്കൊടുക്കാനൊന്നും പോയില്ല. ഇദ്ദേഹം അവസാനം ഇത് നടുക്കെത്തിയപ്പോൾ, തൃക്കുന്നപ്പുഴ വെച്ചായിരുന്നു ഈ സംഭവം. നടുക്കെത്തിയപ്പോൾ ഇവർ തമ്മിലടിയായി. അവസാനം മറ്റവർ ഇതെല്ലാം നല്ല യോദ്ധാക്കളായതുകൊണ്ട് മറ്റവർ തോറ്റ് പിന്മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ ഇത് കേസായി കഴിഞ്ഞപ്പോൾ ഒരു വിധി വന്നു. 12 ചാട്ട എന്ന് പറഞ്ഞാൽ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർക്കും ഈ കിങ്കരന്മാർക്കും 12 ചാട്ട പ്ലസ് 1 വർഷം ജയിൽ. അപ്പോൾ ഈ ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു വീരപരിവേഷം നാട്ടിലൊക്കെ സ്വീകരണം. അങ്ങനെ ആ സമരം ഒരു വിജയിച്ച സമരമായിട്ട് തന്നെ കൂട്ടാം. ഇനി ഒരു താളഗ്രാമം മോഷ്ടിക്കപ്പെട്ട കഥ. അപ്പോൾ ഈ താളഗ്രാമം പത്മനാഭപുരം സ്വാമിക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കായംകുളത്ത് വെച്ച് മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ രാജാവിൻ്റെ ആളുകൾ ശ്രമിച്ചിട്ടൊന്നും അവരെ പിടിക്കാനോ താളഗ്രാമം വീണ്ടെടുക്കാനോ പറ്റിയില്ല. അവസാനം ആറാട്ടുപുഴ വേലായുധ പണിക്കർ അത് അവരെ പിടിക്കുകയും തിരിച്ച് മേടിച്ച് രാജാവിന് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അതനുസരിച്ച് പട്ടും വളയും അതുപോലെ പണിക്കർ സ്ഥാനം അന്ന് കിട്ടിയത്. അപ്പോൾ നമ്മളെ അമ്പലം ഉണ്ടാക്കിയതിൻ്റെ കഥ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ പറയാൻ പോകും. അപ്പോൾ ഈ അവർണരായിട്ടുള്ളവർക്ക് ആരാധിക്കാനൊരു സ്ഥലം അന്നില്ലായിരുന്നു. ക്ഷേത്രപ്രവേശനമൊന്നും അന്ന് അനുവദിച്ചിട്ടുള്ള ഒരു കാലമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു അമ്പലം പണിയണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കം അമ്പലത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് വേഷം മാറി എന്ന് പറഞ്ഞാൽ പൂണൂലൊക്കെ ഇട്ടൊരു ബ്രാഹ്മണനായിട്ട് കടന്നുകൂടി 4 വർഷം കൊണ്ട് ഇദ്ദേഹം അവിടുത്തെ അമ്പലം പണിയുന്നതിൻ്റെ കണക്കുകളും അതുപോലെ തന്നെ പൂജാവിധികളുമൊക്കെ പഠിച്ചെടുത്തു. അതെല്ലാം പഠിച്ചെടുത്തിട്ട് അദ്ദേഹം ഈ മംഗലത്ത് വന്നിട്ട് ഒരു ശിവക്ഷേത്രം പണിയും. അപ്പോൾ അവിടെ നിന്ന് പോരുമ്പഴി ഈ മേൽശാന്തിയോട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിങ്ങനെ. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഈ മേൽശാന്തിയോട് ഇദ്ദേഹം ചോദിച്ചു, ഒരു അവർണൻ ക്ഷേത്രത്തിൽ കടന്ന് ഈ പൂജാവിധികളൊക്കെ ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഉള്ള പ്രതിവിധി എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ മേൽശാന്തി പ്രതിവിധിയൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു സ്വർണ്ണക്കിഴിയെടുത്ത് മേൽശാന്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ്, ഞാനൊരു ഈഴവ സമുദായക്കാരനാണ്. അപ്പോൾ നമ്മളെ ഈ കർമ്മങ്ങളെല്ലാം ഒന്ന് എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വൈക്കത്തമ്പലത്തിൽ നിന്ന് ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ട് ഈ മംഗലം ക്ഷേത്രത്തിൽ വന്ന് നമ്മൾ ഈ പുറയിൽ കാണുന്ന അമ്പലം സ്ഥാപിച്ചത് അങ്ങനെ 1852 ഈ മംഗലം ശിവക്ഷേത്രം അല്ലെങ്കിൽ ജ്ഞാനേശ്വരൻ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത്. 1853 ഇദ്ദേഹം ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കത്ത് ഒരു ക്ഷേത്രം കൂടെ പണി കഴിപ്പിച്ചതായിട്ട് ചരിത്രം പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിയുടെ അമ്പലം നിർമ്മിച്ച കഥ. അപ്പോൾ വേലായുധ പണിക്കർ ചെയ്ത കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ എല്ലാം നല്ല കാര്യങ്ങളായിരുന്നു. പക്ഷെ അന്നത്തെ വ്യവസ്ഥിതിയിൽ അതത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളുണ്ടായിരുന്നു. അങ്ങനെ ഈ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അങ്ങനെ ആറാട്ടുപുഴയിൽ നിന്ന് കൊല്ലത്തിന് ബോട്ട് വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ബോട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ ശത്രുക്കളാരോ ബോട്ടിൽ കടന്നുകൂടി അദ്ദേഹത്തെ കുത്തിക്കൊല്ലുക. ആ സംഭവം നടന്നത് 1874 ജാനുവരി 3-ാം തീയതിയായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ വീഡിയോ
ഇവിടെ അവസാനിക്കും. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്